മണിയിലെ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടത്. നല്ല മഞ്ഞ മൂടിക്കെട്ടിക്ക് പോലെ ഇങ്ങനെ ഒരു പുക ഇങ്ങനെ കേട്ടോ. നിങ്ങളവിടെയൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെയൊക്കെ ഇപ്പോഴും കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാലാണ് ഈ കാണാൻ പറ്റുക. ഏകദേശം ഒരു 7 മണി വരെ ഉണ്ടാവുള്ളൂ ഈ ഒരു മൂടിക്കെട്ടിൽ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും തന്നെയല്ലേ. ഏതായാലും ഇന്ന് രാവിലെ തന്നെ കണ്ടൊരു കാഴ്ച കേട്ടോ. ഇന്ന് പ്രത്യേക ഒരു വ്ളോഗോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ചാരുവിനെ കൊണ്ട് അംഗനവാടിക്ക് പോയപ്പോൾ ഞാനെടുത്ത കുറച്ച് ദൃശ്യഭാഗങ്ങളൊക്കെയാണ്. ഇഷ്ടപ്പെട്ട നിങ്ങളെ കമൻറ്റ് അങ്ങോട്ട് അറിയിച്ചോളിട്ടാ. അപ്പോൾ ഗേസ് ഞങ്ങൾ ഇന്ന് അംഗനവാടിക്ക് പോകണതാണ്. ഇന്നലത്തെ വീഡിയോയിലൊക്കെ അംഗനവാടിക്ക് പോകണേ നമ്മുടെ ഭാഗമൊക്കെ ഉണ്ടാവും അല്ലേ. ഞങ്ങൾ ഇന്നിങ്ങനെ അംഗനവാടിക്ക് പോകുന്ന കുട്ടികളായതുകൊണ്ട് അംഗനവാടിയുടെ വീഡിയോസ് അംഗനവാടിക്ക് പോകുന്നതൊക്കെ ഞങ്ങൾക്ക് ഇടാനുള്ളൂ. പ്രത്യേകിച്ച് വേറെ കണ്ടിട്ട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട് അല്ലേ. അപ്പോൾ ലൈക്ക് അടിക്കാൻ പറഞ്ഞ അജ്ജ് പറയും. ലൈക്ക് അടിക്കുക, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കൂടെ കൂട്ടുക അല്ലേ. അത്ര വലിയ വ്ളോഗേഴ്സ് ഒന്നുമല്ല, ചെറിയ കുഞ്ഞു കുഞ്ഞു വ്ളോഗർമാരല്ല നമ്മൾ അല്ലേ. ചിരിച്ചെടുത്ത ഓട് നിറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഓട് എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞില്ല. ഒന്ന് ഓടണേ, വീഡിയോ എടുക്കട്ടെ. അവിടെ എവിടെയും തപ്പല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. എന്നാലും ഇങ്ങനെ വീഡിയോ ഇട്ട് പോകണ്ടേ. യൂട്യൂബ് ഏകദേശം കുറച്ച് ദിവസമായി നമ്മൾ നിർത്തലാക്കി വെച്ചിട്ട് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ വീണ്ടും തുടർച്ചയായിട്ട് ഓരോ വ്ളോഗായിട്ട് ഓരോ ഇതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ 10 രൂപ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ഇത്രയും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് 11.700 വാട്ടർ ബോട്ടിൽ ഇനി നടക്ക് നടന്നാൽ വാട്ടർ ബോട്ടിൽ വാങ്ങി തരും. കുറച്ച് നേരം നടക്ക്. 4 ലക്ഷം കയറ്റി അങ്ങോട്ട് കയറാൻ ഇത്താണ്ട് വാട്ടർ ബോട്ടിൽ എത്ര ഉണ്ട് വീട്ടിൽ? 2 ഉണ്ട്. എന്നാലും വേണം, എത്ര കിട്ടിയാലും തരില്ല ഞങ്ങൾക്ക്. അവരൊക്കെ എന്ത് സാധനം വാങ്ങിക്കൊടുക്കും കേട്ടോ. അതൊരു 2 ദിവസം 3 ദിവസം മാത്രം, അതിലേറെ പോകില്ല. ചില കുട്ടികൾക്ക് ഒരാഴ്ചയെങ്കിലും ഉണ്ടാവും. ഇവിടെ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാം തച്ച് പൊളിച്ച് തീരുമാനമാകേണ്ടിയാണ്. ആഴ്ച ആയതുകൊണ്ട് അംഗനവാടി ഇല്ല. ചേച്ചിക്കുന്ന സ്കൂളില്ല. അപ്പോൾ അതാണ് നോക്കുന്ന സ്കൂളുണ്ടോ എന്നുള്ളൊരിതാണ്. അപ്പോൾ കേസ് അപ്പോൾ എന്താന്ന് കേട്ടോ, അത് ഞങ്ങളുടെ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. താഴത്തെ കണ്ടങ്ങൾ മാമ കയ്പൻ പടവലങ്ങി. അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ കയ്പൻ പടവലങ്ങ? ഞാൻ വീട്ടിൽ അതിൻ്റെ ചിത്രം ചെയ്തിട്ടുണ്ട്. ഫോട്ടോ സാധനം ഉണ്ടെങ്കിൽ ഞാൻ കാട്ടി തന്നെ കേട്ടോ. അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുന്ന് കയറിയിട്ട് വേണം. 1 മല കയറി പോകുമ്പോൾ അവിടുന്ന് തലക്കുത്തി ചാടേണ്ടേ. 2 മല കയറി പോവേണ്ടേ, അവിടുന്ന് തലക്കുത്തി ചാടേണ്ടേ. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഏതായാലും ഗൈസ് ഞാൻ അംഗനവാടിയിൽ എത്താനായിരുന്നു കേട്ടോ. അങ്ങനെ റോട്ടിൽ തന്നെ ഒരു നായക്കുന്നുണ്ടോ. ഇവിടെ കുറേ ഉണ്ട് ഇങ്ങനെ കേട്ടോ. പക്ഷെ അവരൊന്നും കാട്ടൂല. അംഗനവാടി എത്തി. അപ്പോൾ മുത്തുണ്ണയിൽ അംഗനവാടിക്ക് ഉണ്ടാക്കി പോകുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഇത് കണ്ടോ, ഇതിനാണ് പറയുക. ഇതെന്താ പറയുക മാമേ? ഈ ഇല എന്താണ്? പുല്ലാനി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുല്ലാനീൻ്റെ ചെടിയാണ് കേട്ടോ. നല്ലൊരു തണല കണ്ടോ, ഗ്യാപ്പ്. ചാരുവിനാക്കി അംഗനവാടിയിൽ. അന്ന് ശനിയാഴ്ച അംഗനവാടി ഉണ്ട്. പുല്ലാനീൻ്റെ മരാട്ടത് ഉണ്ടോ. അടിപൊളി ആയിട്ടുള്ളൊരു പുല്ലാനിയാണിത്. പുല്ലാനിയൊന്നും ഇപ്പോൾ അധികം അങ്ങനെ കാണാറില്ല കേട്ടോ കേസ്. നിങ്ങളുടെ നാട്ടിലേക്ക് പുല്ലാനിക്ക് എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നീലക്കുറിഞ്ഞി അല്ല, ഇതെന്തൊരു കുറിഞ്ഞിയാണ്. ഇത് ബിസ്ക്കറ്റ് ചെടിയാണ്. ഒരു ബിസ്ക്കറ്റ് കായ ഉണ്ടാവും. അതൊക്കെ തിന്നേന്ന് പണ്ട്. എന്തൊക്കെ തിന്നേന്നു. അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സാധനമല്ലേ, ഇതൊരു പുളി ഉണ്ടാവണല്ലേ കേട്ടോ. എന്നിട്ട് ഇതിൽ മുളകും പൊടി ഇപ്പൊക്കെ ഇട്ട് തിന്നുക. പിന്നെ നല്ല ടേസ്റ്റാണ്. ഇതൊന്നും തിന്നിട്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്നത്തെ കാലത്ത് തിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല വയറിളക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ കാര്യം, നമ്മൾ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കുരങ്ങന്മാരെ ഒച്ചയാണ് കേൾക്കണത്. ആ മരത്തമ്മളെ കാണുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഇഷ്ടംമായി കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മോടൊക്കെ ഇരിക്കേണ്ടവർ.
പിന്നെ ഇതുമേലും ഉണ്ട്, ഈ പ്ലാവുമേലും ഉണ്ട്. ഈ വേറെ കാനം കാണിച്ചു തരാൻ. ഇതാണ് പാമ്പും കായ. അടോ ഒരു ചക്ക തന്നെയാണ് കുരങ്ങന്മാർ. പിന്നെ ഞങ്ങൾക്ക് ഇവരെ ഒരു വലിയ പുത്തരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കറിയും വരെ. പിന്നെ ഈ ഒരു സാധനമാണ്, ഇതിന് ഞങ്ങൾ ഇതുമ്പോൾ ഒരു കായ ഉണ്ടാവും, മുള്ളമ്പഴം, ചുരുളമ്പഴം എന്നൊക്കെ പറയും. ആ സാധനമാണിത്. അതിൻ്റെ ഇലയാണിത്, കണ്ട ഹാർട്ട്, ലവ് ലവ് ലവ്. ഒരു ചെറിയവനും ഒരു വലിയവനും. അപ്പം ഈ ഒരു കുന്ന് കയറി വരണം അങ്കലവാടിക്ക് പോകാൻ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം തിരുമ്പാണ്ട്, എന്തൊക്കെ പണിൻ്റെ എഴുതിയിട്ടാണ്. നല്ല പണിയെടുക്കാനാണെങ്കിൽ മടി, വെറുതെ ഇരുന്ന് തിന്ന് ഉറങ്ങി കിടക്കാണെങ്കിൽ സുഖമാണ്. ഇത് കുഴങ്ങിപ്പം മനുഷ്യന്മാർ. എൻ്റെ ചെറിയച്ഛൻ്റെ വീട്, ചെറിയച്ഛൻ്റെ മോൻ്റെ വീട്. അതൊക്കെയാണ് അവസ്ഥ. മയേ അപ്പം അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. നമ്മൾ വെറുതെ 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 വിളിച്ചത് ഞങ്ങളെ. അപ്പം അങ്ങനെ പൂച്ചക്കുട്ടിയേ. ശരിക്കും പൂച്ചകളെ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. ഓരോ പൂച്ചകൾക്കും വ്യത്യസ്തമായ മുഖങ്ങളായിരിക്കും. ചില പൂച്ചകളാണ് നല്ല ഭംഗിയാണ്, ചില പൂച്ചകളെ കണ്ടല്ല ഒരു ഭംഗിയില്ല. അതേപോലെ തന്നെ മനുഷ്യന്മാരൊക്കെ അല്ലേ, നിങ്ങളൊക്കെ കാണാൻ നല്ല ചെറുക്കുണ്ട്, നമ്മളൊക്കെ കാണാൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. കണ്ടോ? അതിലേതു ജാതിക്കും കേരാമെന്നാക്ക്, ഇതേപോലെ വേറെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് സോങ് കേട്ടോ. സുഖമിത് മാറിടും സ്വൈപ്പായി തീരും, സക്കറാത്തന്മാത്തിൻ്റെ നേരം ചികിത്സിക്കാതെ പോകും സമയം കണ്ണിരിക്കുമെല്ലാവരും. സുഖമിത് മാറിടും സ്വൈപ്പായി തീരും, സക്കറാത്തന്മാത്തിൻ്റെ നേരം ചികിത്സിക്കാതെ പോകും സമയം കണ്ണിരിക്കുമെല്ലാവരും. ഇതാണ് നമ്മുടെ അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. അപ്പം നാളത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ മുത്തുമണികളോടും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഹാർട്ട് അങ്ങോട്ട് തരിക. അപ്പം എല്ലാവരോടും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു. താങ്ക് യു ഫോർ വാച്ചിങ്.